ഉണ്ണിവാവ വ്ളോഗ്സ് പലർക്കും അറിയുമായിരിക്കും. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവരൊരു വീഡിയോ അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് കരുതില്ല എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഉണ്ണിവാവ വ്ളോഗ്സ് ആയിട്ടുള്ളൊരു പരിചയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബമ്പർ ചിരി സീസൺ 1 ആദ്യമായിട്ട് സ്കിറ്റ് അവതരിപ്പിക്കാനെ കൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ പോയിട്ടുള്ള ആ ഒരു ഷെഡ്യൂളിൽ ഇവരും ഉണ്ടായിരുന്നു, ഈ 2 കുട്ടികളും ഈ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേര് അന്ന് അവിടെ വെച്ചിട്ടുള്ള ഒരു പരിചയമുണ്ട്. പിന്നീട് ഇവരുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വ്ളോഗ്സിനകത്തൂടെ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ 1.5 മണിക്കൂറുള്ള ലെങ്ത് ഉള്ള ഒരു ഡ്യൂറേഷൻ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് ചുരുക്കി പറയാം. ഈ കുട്ടികളുടെ അച്ഛൻ റീസെൻ്റ്ലി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിവരമാണെങ്കിൽ ഇവർ ഇൻസ്റ്റാ ത്രൂ ആണെങ്കിൽ ഓഡിയൻസിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, അച്ഛൻ്റെ മരണവാർത്തയ്ക്ക് ശേഷമാണെങ്കിൽ ഇവർ യൂട്യൂബിലാണെങ്കിൽ വീണ്ടും വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പം നമ്മുടെ നാട്ടിലെ ടിപ്പിക്കൽ മലയാളികളുടെ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇവർ ഈ സാധനമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ സംഭവങ്ങളൊക്കെ അടിച്ചു തുടങ്ങി. അതായത് അച്ഛൻ്റെ മരണം കഴിഞ്ഞിട്ട് 16 പോലും തികഞ്ഞില്ല, അതിന് മുന്നേ ഇവർ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അല്ലെങ്കിൽ ഒരു അച്ഛനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അച്ഛൻ്റെ പൈസ ആണെങ്കിൽ ദൂർത്തടിച്ച് നടക്കുന്ന മക്കളും ഭാര്യയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിലൂടെ ഇവരെ നിരന്തരം ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ ഒരു ടൈമിൽ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനത്തുള്ള വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരുമ്പോൾ, ആ ഒരു സിറ്റുവേഷനിലൂടെ കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇപ്പം നമ്മളുടെ ഒരു ശത്രുവാണ് മരിക്കുന്നത് എന്നെങ്കിൽ പോലും അവിടെ നമുക്ക് ഒരു മനുഷ്യത്തുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മനസ്സിനൊരു നൊമ്പരോ വിഷമോ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും തോന്നും. അപ്പം സ്വന്തം അച്ഛൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, എത്രത്തോളം വിഷമം സങ്കടം സഹിക്കാൻ വയ്യാത്ത എത്രയും വേസ്റ്റ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പുറത്ത് ഇങ്ങനത്തെ കമൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴോ. അപ്പോൾ ഇതിനെല്ലാം ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണെങ്കിൽ അവരൊരു കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പപ്പ നമ്മളെ വിട്ടു പോയി, ഇങ്ങനെ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ഇടേണ്ടി വരും, ഇത്രയും പെട്ടെന്ന് നല്ല ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വന്നിരിക്കേണ്ടി വരും, ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ കൂടി അറിയില്ല. കാരണം നമുക്കും പെട്ടെന്നൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു. തിരുവോണ ദിവസം നമ്മളെല്ലാരും എന്നത്തെയും എല്ലാ വർഷത്തെ തിരുവോണം പോലെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വലിയമ്മ, മാജ്, ഏട്ടൻ, കുഞ്ഞാവ എല്ലാവരും വന്നതായിരുന്നു. തലേ ദിവസം തന്നെ വന്നതായിരുന്നു. തിരുവോണ ദിവസം നമ്മളെല്ലാവരും എല്ലാ ഓണത്തിനെയും പോലെ നല്ല അടിപൊളിയായിട്ട് ഓണസദ്യയും എല്ലാവരും വന്നിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് നമ്മുടെ രീതിയിൽ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ മുന്നത്തെ വർഷത്തൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യത്തെയും പോലെ നല്ല അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ പപ്പേനെ വിളിച്ചു, ഉച്ചയ്ക്ക് പപ്പേനെ വിളിച്ചു, ഓണസദ്യ കാണിച്ചു കൊടുത്തു, മമ്മീനെ വിളിച്ചു, പാപ്പേനെ വിളിച്ചു, സംസാരിച്ചു. പപ്പ ഇത് ഓണസദ്യ എന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് അയച്ചു കൊടുത്തു. പപ്പ എപ്പോഴും അത് ഒരു ചാറ്റിംഗ് പേഴ്സൺ അല്ല. എന്നിട്ട് എനിക്കിങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ അയച്ചു തന്നു. മാ പൊളിക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റിക്കറും. ലാസ്റ്റ് ആയിട്ട് ഞാൻ പപ്പേനെ വിളിച്ചത് തിരുവോണ ദിവസം, അതിന് 15-ാം തീയതി. അങ്ങനെ ഞങ്ങള് കുഞ്ഞാമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താ ആ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, റീൽസ് ഒക്കെ എടുത്തു, എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകണമെങ്കിൽ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയായിരുന്നു പപ്പയുടെ ലാസ്റ്റ് ടോക്ക് ഞാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വാക്കുട്ടി ഞാൻ വിളിച്ചു, വാക്കുട്ടി അങ്ങോട്ട് വിളിച്ചു. ഞാനാണെങ്കിൽ ഞാൻ ബിസി ആയിട്ട് അങ്ങനെ വിളിക്കാറുന്നില്ല കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, എന്തോ എനിക്ക് ഇങ്ങനെ കുട്ടീനെ എടുത്തിരിക്കുമ്പോൾ എന്തോ പപ്പനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ തോന്നിയത് എനിക്കറിയില്ല, മനസ്സാണെന്നത് എനിക്കറിയില്ല. വെറുതെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ കുട്ടി ഇങ്ങനെ കളിക്കുന്നത് കാണിച്ചു കൊടുക്കായിരുന്നു, പപ്പീനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ അവർക്ക് ഇടേണ്ടി വരുന്നത്, അതായത് ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗാക്കേണ്ടി വരുന്ന ആളുകളുടെ ഒരു വേസ്റ്റ് അവർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് കരിയറിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീഡിയോ ക്രിയേഷൻ കരിയറിലെ ഏറ്റവും വളരെ മോശമായിട്ടുള്ള എക്സ്ട്രീം ലെവലിൽ മോശം അവസ്ഥയാണ് ഇപ്പം ഇവരുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണുമ്പം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാര്യം നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളും, മീൻസ് ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടന്റ് ആക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇതുപോലൊരു വിഷമം സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിന് അത് നമുക്ക് ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള, നിർബന്ധിതമായിട്ട് നമുക്ക് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ഇപ്പം ഇവർക്കും അത് തന്നെയാണ് പറ്റിയിട്ടുള്ളത്. കാര്യം ഇവർ പിന്നീട് വീഡിയോസ് ഇട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കിന് നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ അവരെ കമൻറ്റ് ബോക്സിലൂടെ അവരുടെ മനസ്സിലെ വിഷവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുപ്പിയിട്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരുടെ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ അവർ നിങ്ങൾ എന്തായാലും അച്ഛനെ ആണെങ്കിലും മര്യാദയ്ക്ക് നോക്കിയില്ല അല്ലെങ്കിൽ സ്നേഹം കൊടുത്തില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഒരു ഡെയിലി മീൻസ് ഇങ്ങനെ നിങ്ങൾക്ക് കമൻസ് കാര്യങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറ്റിയ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കമൻസ്, നിങ്ങളൊരു ഓഡിയൻസ് ആണ് നമ്മളുടെ ഈ പറയുന്ന പോലെ റവന്യൂ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഓഡിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിലൂടെ എന്ത് കാര്യം പറയാനും ഒക്കെ ഉള്ള ഒരു അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്.
ഇല്ലേ, എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവർക്ക് ഇത്ര നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ഒരു 1.5 മണിക്കൂറോളം ഇവർക്ക് സംസാരിക്കേണ്ടി വരുന്നത് അത്രയും എക്സ്ട്രീം ലെവലിൽ പോയതുകൊണ്ട് മാത്രമാണ് അവരുടെ ഒരു വേസ്റ്റ് എവർ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പം മുമ്പ് അവർ ഇട്ട വീഡിയോയ്ക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ നിരന്തരം ഇടുന്നത് നമുക്ക് പിന്നെയും ഓക്കെ ആളുകൾക്ക് സംഭവം അറിയില്ല എന്നുള്ളതാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി, അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഇവരിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമൻസ് ഉണ്ട്. നീയൊക്കെ തന്നെയല്ലേ കൊന്നേന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഇത് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും വിഷമം, സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ചിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ, അവിടെ നീയൊക്കെ അല്ലേ കൊന്നേന്നുള്ളത്. എടി ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം മനുഷ്യന് ഹേർട്ട് ആവും എന്നുള്ളത്. കത്തി കൊണ്ട് നമ്മുടെ ചങ്കിൽ കുത്തി ഇറക്കുന്ന വേദനയായിരിക്കും അന്നേരം ഉണ്ടാവുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ, നിങ്ങളുടെ അടുത്താണ് ഒരാൾ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത്തരം രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ഉണ്ടാവുക? നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്താതെ ഒരിക്കലും നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഇട്ടേക്കുന്ന കമൻ്റാണ് ഒരു ഡ്രാമാറ്റിക് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. എടേ ഒരു എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്താ പറയുക, ഓരോ ആളുകളുടെയും ചിന്താഗതിയാണ്. എങ്കിലും പല ആളുകളും പറയുന്നുണ്ട് നിങ്ങൾ ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഈ കുട്ടികളുടെ അമ്മ പറയുന്നുണ്ട്. മുമ്പും ഇതുപോലെയാണെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഇവരുടെ അച്ഛനാണെങ്കിലും ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു 18 വയസ്സായ കുട്ടിക്ക്, എന്റെ വാവ കുട്ടിക്ക് എന്തിനു പറ്റും? ആ ഒരു പ്രായത്തിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് എനിക്ക് ഇവിടെ പറയാൻ കൂടി പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. എനിക്ക് പറ്റില്ല. എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, നീ എങ്ങനെ സഹിച്ച്, നീ എങ്ങനെ പിടിച്ചു നിന്നേ ചോദിക്കും. കാരണം അവരൊക്കെ കണ്ണിൽ കണ്ട ആൾക്കാർ. അവരെപ്പോഴും ചോദിക്കും, എന്നാലും നീ എങ്ങനെ അവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ നീ എങ്ങനെ ആയി എന്നൊക്കെ ചോദിക്കും. അത്രയും റിസ്കിൽ വന്നിട്ടും കൂടി ഞാൻ ഏട്ടനെ വിട്ടു പോയിട്ടില്ല. ഒരുപാട് വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഡിവോഴ്സിന്റെ വക്ക് വരെ വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സിംഗപ്പൂരിൽ ഏട്ടങ്ങനെ ഒരു ഓഫർ ലെറ്റർ വന്നതാ. ഏട്ടങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജോലിയുടെ കാര്യമായിട്ട്. അപ്പൊ ഒരു ഓഫർ ലെറ്റർ വന്നതിൽ ഇങ്ങനെ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ ലെറ്റർ ആയിരുന്നു അത്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ജോലി കിട്ടി, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം ഈ ഖത്തറിലെ ജോലി പോയപ്പോ നമ്മളുടെ ജീവിതം മൊത്തം മാറി മറിയണം അവിടെ. അന്ന് എന്നിട്ട് അയാൾ ഓഫർ ലെറ്റർ വന്നു വെച്ചിട്ട് കാണിച്ചു. ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഏട്ടൻ എന്നെ കൈ പിടിച്ചിട്ട് മോളിക്ക് കൊണ്ടുപോയി. എന്നിട്ട് മോളത്തെ റൂമിൽ ആള് കയറുണ്ട് കുരുക്കിട്ട് വെച്ചിരിക്കുക. ഒരു മഞ്ഞ കയറത്ര വണ്ണുള്ളത് കുരുക്കിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് പറയും, ഞാൻ തൂങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനങ്ങനെ ഷോക്കായി. ഞാൻ ചോദിച്ചു, എന്താ ഏട്ടാ അങ്ങനെ എന്ത് പണി ചെയ്യാൻ പോയി, അതും വീട്ടിന്റെ ഉള്ളില്? അപ്പൊ ആള് ചിന്തിക്കണില്ല, 2 പെൺകുട്ടികളാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഈ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇവരെങ്ങനെ ജീവിക്കുന്ന ആള് ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആളുടെ മൈൻഡിൽ എന്താ, ജോലി പോയി ആൾക്ക് മാനഹാനി സഹിക്കാൻ പറ്റില്ല. ഒരു ഓപ്ഷൻ അപ്പുറത്തില്ലേ, ജോലി പോയി അടുത്തൊരു ജോലി ഇല്ലേ. പക്ഷെ ആൾക്ക് നാട്ടുകാരറിയും, ആൾക്ക് ഭയങ്കര എന്തൊക്കെ അവിടെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഖത്തറിൽ. അപ്പൊ അത് പുറത്തേക്ക് പറയാൻ പറ്റില്ല. എല്ലാരും അറിയും. അങ്ങനെ ഏട്ടന്റേതായ അല്ലാത്ത കാരണത്താൽ എങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആൾക്ക് നാട്ടുകാർ അന്ന് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നേക്ക് 4 വർഷമൊക്കെ കഴിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ജോലി കിട്ടിച്ചിട്ട് സിംഗപ്പൂരില് ആ ജോലിയുടെ ഇഷ്യൂ ആയിട്ട് ആ ഒരു കാര്യമായിട്ട് ഞങ്ങൾ 2-3-4 മാസം കഴിഞ്ഞു. അത് ഫേക്ക് ആയിരുന്നു. ഞങ്ങൾ പക്ഷെ അവിടെ ആയിട്ട് അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി മറ്റേ മെഡിക്കൽ കൊടുത്തു. അവര് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു. 3500 രൂപ കെട്ടി മെഡിക്കലൊക്കെ ചെയ്തു. പിന്നെ അവര് വിളിക്കുമ്പോ പിന്നെ അത് അവിടെ ഇല്ല ഏജൻസി. അങ്ങനെ അത് ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേക്കറിൽ ഏട്ടന്റെ ഖത്തറിലെ ഒരു കൂട്ടുകാരൻ വഴി ബേക്കറിൽ ഇവിടെ ജോലിക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അത് അത്രയും നല്ലൊരു ജോബും ആയിരുന്നു. നമ്മള് കിട്ടി, സന്തോഷമായിട്ട് ആളുകൾ പൂജ ചെയ്തു. ഓക്കെ, അപ്പം ഒരു എന്താ പറയുക, കുറച്ച് അപകർഷതാബോധവും പിന്നെ ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനം കുറച്ച് അധികമായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നിരിക്കണം ആ ഒരു വ്യക്തി, ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ എന്താ പറയുക പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മുമ്പും ഇതേപോലെ ഒരു സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത ചെയ്തിരുന്നു. അപ്പം മേ ബി ഇവിടെ ഇപ്പം ഈ ഒരു മരണപ്പെടാനോ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു കാരണവും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുക. അതിനെപ്പറ്റിയിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് ഇത്രയും ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു 1.5 മണിക്കൂറുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിന് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു അത്യാവശ്യം മനുഷ്യത്തുള്ള ഒരാളുടെ ആണെങ്കിൽ കണ്ണ് നിറഞ്ഞു പോകും. അത്രയും നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. ഈ ഒരു ഇവർ പറയുന്ന കാര്യങ്ങൾ
ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ചുക്കും, നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മളാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയൂലേ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ വേണ്ടപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും. ആ സമയത്ത് ഇതുപോലുള്ള ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. പിന്നെ ഈ കുട്ടികളുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, വിട്ടിട്ട് പോകേണ്ട പല സിറ്റുവേഷൻ വന്നിട്ടും ഞാൻ പോയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇനി എനിക്ക് ഇവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ 3 പേരെ പറ്റിയിട്ട് എനിക്ക് അറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മ, ഈ 2 കുട്ടികൾക്ക് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അമ്മ, പല കുട്ടികൾക്കും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് പല ആളുകൾക്കും കിട്ടാറില്ല. ഇപ്പം അത്രയും സപ്പോർട്ടീവായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇവർ ഷോസിനാണെങ്കിലും ഇപ്പം മെമ്പർഷിപ്പ് പോലുള്ള ഷോയ്ക്കാണെങ്കിലും ഇവരുടെ ഈ പറയുന്ന യൂട്യൂബ് കരിയറിലാണെങ്കിലും ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു അമ്മ. ഓക്കെ, ആൻഡ് ഇവരുടെ ഈ പറയുന്ന പോലെ ഇനി മുന്നോട്ട് വീഡിയോസ് എന്ന് ചെയ്തെന്ന് പറഞ്ഞാലും അച്ഛൻ മരിച്ചിട്ട് നിങ്ങൾ ഇത്രയും എന്താ പറയുക അതിലൊരു വലിയ ബോധർ കാര്യങ്ങളൊന്നും കൊടുക്കാതെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും വരും. ഇവിടെ ഇത്തരം കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിഷമമുള്ള ആളുകൾ ഇനിയും വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടികളുടെ അച്ഛൻ നൽകിയിരുന്ന വരുമാനം കൊണ്ടും ഒപ്പം ഇവരുടെ യൂട്യൂബ് വരുമാനം കൊണ്ടൊക്കെയാണ് ഇവർ ജീവിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ വരുമാനത്തിൽ ഇവരെങ്ങനെ ജീവിക്കണമെന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ്. പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിനകത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും പറഞ്ഞ് അതിൽ കയറി നിങ്ങൾ ആരും തലയിടാൻ വരേണ്ട ആവശ്യമില്ല. അത് അവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത്രമാത്രം ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത്രയും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളെ ചങ്കിലാണെങ്കിൽ കുത്തി ഇറക്കുന്ന പോലുള്ള അത്രയും ഫീലിങ്സ് കൊടുക്കുന്ന രീതിയിലുള്ള ഓരോ വാക്കുകളും അത്രത്തോളം അവരെ വേസ്റ്റ് സിറ്റുവേഷനിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.